വേൾഡിൽ തന്നെ എത്ര ആൾക്കാർ ആൽക്കഹോളും സിഗരറ്റും ഒക്കെ ആയിട്ട് മരിക്കുന്നുണ്ട്. കൊല്ലത്തിൽ ചിലപ്പോൾ 1-2 മരണങ്ങളെ ജിമ്മെന്ന് വന്നിട്ടുണ്ടാവുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ജിമ്മിന്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പൊ ജിമ്മിന്റെ താഴെ ഒരു കാക്ക വന്നിരിക്കും. ട്രെയിനർ പലതും വെള്ളത്തിലൊക്കെ തിളക്കി തരും. അതൊന്നും ശരീരത്തിന് മോശമാണ് കേട്ടോ, ഇത് ചുണ്ടിന്ന് എടുത്തിട്ടുണ്ടാവില്ല. എന്നിട്ടാണ് ജിമ്മിൽ പോകാൻ പോകുന്ന ഒരുത്തനോട് മോനെ പ്രോട്ടീൻ പൗഡർ അടിക്കില്ല അറിയണത്. പെട്ടെന്ന് ദിവസം ഈ ഷുഗർ കട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നോ ഷുഗർ ഡയറ്റിലേക്കൊക്കെ പോകുന്നത്, ഇസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ്? Will you be able to do it for the next 6 months, 1 year, 2 years, 5 years? Can you limit it? First കട്ട് ചെയ്ത് പിന്നെ ലിമിറ്റ് ചെയ്യാൻ പറ്റുമോ? ബിക്കോസ് ഷുഗർ അഡിക്റ്റീവ് അല്ലേ. നമ്മുടെ ചെറുപ്പത്തിൽ കുട്ടികളാവുന്ന സമയത്ത് വാട്ട് എവർ ഗുഡ് തിങ്സ് ദാറ്റ് വി ഡു, വാട്ട് ഡു വി ഗെറ്റ്? ചോക്ലേറ്റ് ആണ്. വാട്ട് എവർ ബാഡ് തിങ്സ് ദാറ്റ് വി ഡു, വാട്ട് ആർ വി നോട്ട് ഗോയിങ് ടു ഗെറ്റ്? സെയിം ചോക്ലേറ്റ്. സോ സ്വീറ്റ്നെസ്, ചോക്ലേറ്റ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇമോഷണലി we have been connected to good deeds and bad deeds from our childhood. നമ്മൾ വലുതാവും തോറും നമ്മളെ മൈൻഡിൽ ഒരു സന്തോഷം വരുമ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യും, ഒരു സങ്കടം വരുമ്പോൾ ഒരു ഐസ്ക്രീമിന്റെ ഡബ്ബ എടുത്തിട്ടുണ്ടിരിക്കും. ഞാൻ ഇരുന്നിട്ടോ അതിനോട് പറയാം, ഡിപ്രഷൻ്റെ സമയത്ത് ഞാൻ ഫസ്റ്റ് ചെയ്തോണ്ടിരുന്നത് ഐസ്ക്രീമിന്റെ വലിയ ഡബ്ബ വാങ്ങിച്ചിരുന്നതാണ്. വി സംവെയർ ഓർ ദി അതർ വി ഹാവ് എ ഇമോഷണൽ കണക്ഷൻ വെയർ ദിസ് വിൽ മേക്ക് മീ ഹാപ്പി.